ഇന്നിവിടെ കമ്പ്യൂട്ടർ ഇല്ല സാർ. ഇവിടെ എന്ത് കമ്പ്യൂട്ടർ? ഇപ്പോൾ ആരാ കമ്പ്യൂട്ടർ? എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദനബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. സർ, ഞാൻ പറയട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒരു ശാപമാണെന്നൊരു സുഹൃത്ത് പറഞ്ഞു. ഞാനതിന് മുഖം കാണാതിരുന്ന എൻ്റെ ഭാഗ്യം. സർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്താണ് പ്രിൻസസ് വേൾഡ് ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്നത്? അത് ശാപമാണെന്നാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കാന്ന് പറഞ്ഞ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സാർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പൊ ആരാ കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നില്ല. കാരണം അവിശ്വാസിയാണ്. കാരണം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പം ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അതവരൊരു പരുവത്തിൽ കൊണ്ടു നടക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ആരാ ഉള്ളത്? നിർത്തി അവമാനിക്കുവാണെന്ന് ആരുമില്ല. ഈ പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റേ അല്ല. അറിഞ്ഞിരിക്കണം. അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് സമയമില്ല. സമയം എൻ്റെ പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഒന്നും ശരിക്കല്ലേ, അതൊന്നും ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കോൺഗ്രസുമായിട്ട് യോജിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ആന്റണി വിഭാഗമായിട്ട് യോജിച്ചിട്ടുണ്ട്. നാളെ യഥാർത്ഥ കോൺഗ്രസുമായി യോജിക്കത്തില്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? നാളെ യോജിക്കും. തമിഴ്നാട്ടിൽ യോജിച്ചിരിക്കുകയല്ലേ, ലീവായിട്ട് യോജിച്ചിരിക്കുകയല്ലേ? അല്ലാതെ ചോദിക്കാണ് ജി സുധാകരൻ കോൺഗ്രസിന്റെ ചെളിക്കുണ്ടി വീടെന്ന് പറഞ്ഞ മഹാന്മാരെ, നിങ്ങളെ എവിടെയാ വീടിരിക്കുന്നത്? തമിഴ്നാട്ടിൽ. അത് ചെളിക്കുണ്ടല്ല, അവിടെ അത് ആവശ്യമായിരുന്നു. രാജസ്ഥാനിൽ ഒരു പാർലമെന്റ് സീറ്റ് കിട്ടിയത് കോൺഗ്രസിന്റെ പിന്തുണയുണ്ടല്ലേ? CPM-ന്റെ സ്വന്തം പിന്തുണയിൽ ഒരേ ഒരു സീറ്റല്ലേ കിട്ടിയത്? ഇതൊക്കെ ഓർക്കണം. നമ്മളെല്ലാം ഓർക്കണം നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു. 62 സീറ്റുണ്ടായിരുന്നു പാർലമെന്റിൽ. ഇടതുപക്ഷം 4-6 സീറ്റ്, 2 സീറ്റ് CPI, 4 സീറ്റ് CPIM, 5 സീറ്റ് കേരളത്തിന് വേണ്ടി. ഇതെല്ലാം പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടാണ് ആരാണെന്ന് ഉയർത്തിക്കൊണ്ടുവരിക. ആര് ഉയർത്തിക്കൊണ്ടുവരിക എനിക്കറിയില്ല. ഉയർത്തിക്കൊണ്ടുവരുന്ന ലക്ഷണം കാണിക്കേണ്ട ഇങ്ങനെയല്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഈ പ്രസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കത്തേയില്ല. പക്ഷെ പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ എൻ്റെ അച്ഛനെ വിളിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ. സത്യം പറയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ചന്ദനബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് എൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. ഞാൻ അയാളുടെ അച്ഛനെ കാണാത്തത് കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത്ര എനിക്ക് പറയാം. ഇതൊക്കെ ശരിയാണ് സാർ. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറടിക്കാനൊരു യോഗ്യതയില്ലെന്ന് ഇവിടെ MLA ആയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ മുണ്ടുരിയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. സാർ, ഞാൻ ആരുടെയും ചെരുപ്പിന്റെ വാറടിക്കാൻ യോഗ്യത ക്വാളിഫൈഡ് ലിസ്റ്റ് ഞാനില്ല സാർ. ഞാൻ അഭിമാനിക്കുന്നു അതിനകത്ത്. തമ്പുരാക്കന്മാരുടെ ചെരുപ്പിന്റെ വാറാണ് പണ്ട് ഭൃത്യന്മാർ അഴിച്ചിരുന്നത്. നമ്മുടെ ആരുടെയും ചെരുപ്പിന്റെ വാറ നമ്മളല്ലാതെ ആരും അഴിക്കും. ഇതൊക്കെയാണ് സാർ ഭാഷ, ഫ്യൂഡൽ ഭാഷ, സമ്പന്നന്മാരുടെ ഭാഷ. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയല്ല. ചെറ്റക്കുടലിലും ചെറ്റപ്പുരകളിലും താമസിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ വോട്ടർമാർ ഭൂരിപക്ഷവും. അവിടെയാണ് P. കൃഷ്ണപിള്ള EMS ഒക്കെ ഓടിച്ചിരുന്നത്. അവരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. അതൊക്കെ ഇന്ന് ചരിത്ര കഥകൾ മാത്രമാണ്. ഇന്നത് പ്രാവർത്തികമല്ല, നേരെ വിപരീതമായതുകൊണ്ടാണ് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത്. അല്ല എന്നെ ആരും പുറത്താക്കിയതോ ഞാൻ രാജിവെച്ചതോ ഒന്നുമല്ല. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്.